ഇനി സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് പവിത്രമായ ഈ മാസം, ഇതിൽ തന്നെ ചില ആളുകൾ ഈ ആശൂറായിനെ സംബന്ധിച്ചിടത്തോളം ഇല്ലാത്ത പലതും പറഞ്ഞു പ്രചരിപ്പിക്കുന്നുണ്ട്. ആശൂറാ മുഹറം 10 അന്ന് പ്രത്യേകം നമസ്കാരമൊക്കെ ചില ആൾക്കാർ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് വാട്സപ്പിൽ വന്നിട്ടുള്ള ഒരു മെസ്സേജ്, ആരെങ്കിലും മുഹറം 10 4 റക്അത്ത് സുന്നത്ത് നിസ്കാരം ഈ 2 റക്അത്തായി നിസ്കരിക്കുകയും ഓരോ റക്അത്തിലും ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ഇഖ്ലാസ് 15 തവണ വീതം ഓതുകയും ചെയ്താൽ അവന്റെ 50 വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുകയും സ്വർഗത്തിൽ അവന് അല്ലാഹു മിമ്പർ നൽകുകയും ചെയ്യും. ആണ്, നോക്കണം. എന്താ ഇതിൽ പറഞ്ഞത്? മുഹറം 10 4 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാം, ഈ 2 റക്അത്തായിട്ട് നിസ്കരിക്കാം. 4 ഓരോ റക്അത്തിലും ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ഇഖ്ലാസ് എത്ര തവണ വരണം? ഖുൽ ഹുവല്ലാഹു അഹദ് 15 തവണ. എന്നാൽ അവന്റെ 50 കൊല്ലത്തെ പാപം പൊറുക്കപ്പെടും. ഒന്നാമത്തെ ഓഫർ. രണ്ടാമത്തതോ, സ്വർഗത്തിൽ അല്ലാഹുവിന് മിമ്പറും കൊടുക്കുന്നു. ഇതാണിപ്പോ ഓഫർ. എന്നിട്ട് അതിന്റെ അടിയിലൊരു വര വരച്ചിട്ട് കൊടുക്കുകയാണ്. ഇത് കിട്ടിയിട്ട് ആരും ഷെയർ ചെയ്യാതിരിക്കണ്ട, അപ്പൊ ഒന്ന് കൊതിപ്പിക്കണല്ലോ, അതിന്റെ അടിയിൽ കൊടുക്കുകയാണ്. വിജ്ഞാനം പകർന്നു നൽകൽ ഒരു സ്വതക്കയാണ്. അത് കൈമാറുന്തോറും പുണ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഈ വിജ്ഞാനം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്യാൻ മറക്കരുത്. നാഥൻ തൗഫീക്ക് നൽകട്ടെ, ആമീൻ എന്നും പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ അടിക്കുറിപ്പ്. എന്തൊരു വിഡ്ഢിത്തമാണ് ഈ പറയുന്നത്. സഹോദരന്മാർ, ഇതിങ്ങനെ വായിച്ച് എന്തിനാ ഇപ്പൊ നിങ്ങളതിനെ എതിർക്കണ്? നല്ലൊരു കാര്യല്ലേ പറഞ്ഞു, ഒരു 4 റക്അത്ത് നിസ്കരിച്ചോട്ടെ. അങ്ങനെ പറയാൻ വകുപ്പുണ്ടോ? ഇല്ല സുഹൃത്തുക്കളെ. മുഹറം 10 4 റക്അത്ത് പ്രത്യേകം സുന്നത്ത് നിസ്കാരം ഉണ്ട്. അതിൽ ഇഖ്ലാസ് ഇത്ര തവണ ഓതണം, 50 കൊല്ലത്തെ പാപം പൊറുക്കും, സ്വർഗത്തിൽ മിമ്പർ കിട്ടും പറയാൻ ആർക്കാ അധികാരം? അത് സ്വർഗത്തിന്റെ ഉടമയായ അള്ളാഹുവിന്. പാപം പൊറുക്കാൻ അധികാരമുള്ള അള്ളാഹുവിനല്ലേ അത് പറയാൻ അധികാരം. എങ്കിൽ ആ അള്ളാഹു അത് പറഞ്ഞിരിക്കണമല്ലോ. എവിടെയാണത് പറയാറുള്ളത്? ഒന്നുകിൽ ഖുർആനിൽ കാണണം, ഖുർആനിൽ ഇല്ല. ഇല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പറയണം. അത് സ്വഹീഹായ നിലക്ക് സ്ഥിരപ്പെട്ടു വരണം. യാതൊരു പ്രമാണവും ഈ രംഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. ആശൂറാഇന് വ്രതമനുഷ്ഠിക്കുക എന്ന പുണ്യമല്ലാതെ ആശൂറാഇന്റെ പേരിൽ ഒരുപാട് കള്ള ഹദീസുകൾ ഇതുപോലത്തെ നിസ്കാരക്കാരെ അടിച്ചു വിട്ടിട്ടുണ്ട്. എല്ലാം കളവുകളാണ്. ഒരു ഹദീസും ആ വിഷയത്തിൽ സഹിഹായി വന്നിട്ടില്ല. കള്ള ഹദീസുകളാണ് ഈ പ്രചരിപ്പിക്കുന്നത്. എന്നിട്ട് ഈ കള്ളം പ്രചരിപ്പിച്ചാൽ എന്താ? വിജ്ഞാനം പകർന്നു നൽകൽ ഒരു സ്വതക്കയാണ്. നല്ല സ്വതക്ക പൈ കൊടുക്കുന്നത്. അത് കൈമാറും തോറും പുണ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കും എന്നാണ്. നിങ്ങൾ കൈമാറും തോറും ശിക്ഷ വരിക. കാരണം എന്താ? ഇല്ലാത്ത നുണങ്ങനെ പ്രചരിപ്പിക്കുക.